ഹായ് കൂട്ടുകാരെ, ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇത് റിയൽമിയുടെ ഒരു ഫോണാണ്. റിയൽമി നാർസോ 30 എന്ന് പറഞ്ഞ ഒരു ഫോണാണ്. ഈ ഒരു ഫോൺ ഡെഡ് കണ്ടീഷനിലാണ് എത്തിയത്. ഫോൺ പൊളിച്ച് നോക്കിയപ്പോഴത്തേക്കും ഫോണിനകത്ത് അത്രയും വെള്ളമായിരുന്നു. കസ്റ്റമറോട് ചോദിച്ചപ്പോഴത്തേക്കും കസ്റ്റമർ പറഞ്ഞു മഴയത്ത് നനഞ്ഞായിരുന്നു, അതിനുശേഷമാണ് ഈ പ്രോബ്ലംസ് വന്നതെന്ന് പറഞ്ഞായിരുന്നു. ശരിയാണ്, പൂർണ്ണമായിട്ടും വെള്ളമായിരുന്നു. ഞാൻ ഈ ബോർഡുകളൊക്കെ ക്ലീൻ ചെയ്തു. ഇതേപോലുള്ള വാട്ടർ ഡാമേജ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫോണിൻ്റെ ബോർഡ്, സബ് ബോർഡും മെയിൻ ബോർഡും എല്ലാം നമ്മുടെ ഫ്രെയിമിൽ നിന്ന്, മൊബൈലിൻ്റെ ഫ്രെയിമിൽ നിന്ന് ഇളക്കിയതിന് ശേഷം പൂർണ്ണമായിട്ട് നമ്മളത് ക്ലീൻ ചെയ്തെടുക്കുക. ബോർഡ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. കാരണം വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ ചിലപ്പോൾ നാളെ അത് ഷോർട്ടായിട്ട്, വാട്ടർ ഡാമേജ് വന്നിട്ട് കമ്പോണൻറ്റ് ഷോർട്ടായിട്ട് ഫോൺ പൂർണ്ണമായിട്ട് ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഫോൺ ഓണായി, വാട്ടർ ഡാമേജ് വന്ന ഫോൺ നമ്മൾ ജസ്റ്റ് ഓണായാൽ പോലും നമ്മൾ ബോർഡ് തീർച്ചയായിട്ടും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. എന്നാൽ IP ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഓണാക്കാൻ ശ്രമിച്ചിട്ടും ഓണായിട്ടില്ല. കാരണം വേറെ എന്തോ ഒരു പ്രോബ്ലംസ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, പിന്നീട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മളിതിൻ്റെ ബാറ്ററി കണക്റ്റിൻ്റെ അവിടെ ഷോർട്ട് ചെക്ക് ചെയ്യുക. അതായത് ബോർഡിൽ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്നുള്ളത് ബാറ്ററി കണക്റ്റിൻ്റെ അവിടെ ചെക്ക് ചെയ്ത് നോക്കുക. ഷോർട്ട് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് റിമൂവ് ചെയ്യണം, ഷോർട്ട് റിമൂവ് കളയണം. ഇല്ലയെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇത് ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ബോർഡിൽ ഷോർട്ട് യാതൊന്നും തന്നെ ഇല്ല. ബോർഡ് ക്ലിയറാണ്, യാതൊരുവിധ ഷോർട്ടോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഫോൺ ഓൺ ആവുന്നില്ല. പക്ഷേ അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇത്തരം വാട്ടർ ഡാമേജ് ആവുന്ന ഫോണുകൾക്ക് ബോർഡ് കംപ്ലയിൻ്റ് ആവുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഡിസ്പ്ലേ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഡിസ്പ്ലേക്കകത്ത് വെള്ളം കയറിയിട്ട് അതിൻ്റെ അകത്തും ഡിസ്പ്ലേക്കകത്തും കമ്പോണൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഷോർട്ടായിട്ട് ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും നമ്മളിപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളും, ഏത് ഫോണുകളായിരുന്നാലും നിങ്ങൾ വെള്ളം നനയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ റെഡിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അഥവാ റെഡിയാക്കി എടുത്താലും ശരി തന്നെ നമുക്ക് എത്ര കാലം അത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതൊക്കെ നമുക്കൊരു ഡൗട്ടാണ്. ഓക്കെ, കാരണം ഇപ്പോൾ കംപ്ലയിൻ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നീട് കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസുകളൊക്കെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ വാട്ടർ ഡാമേജ് ആയ ഫോണുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഷോപ്പിൽ കൊടുത്ത് IP ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേ ഞാൻ മാറി നോക്കാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്പ്ലേ മാറി ഇളക്കിയിട്ടുണ്ട്. ഡിസ്പ്ലേ ഞാൻ ഫ്രെയിമിൽ നിന്ന് ഇളക്കിയിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്നും എങ്ങനെ ഒരു ടൂൾസിൻ്റെ സഹായമില്ലാതെ എങ്ങനെ നമുക്ക് ഇളക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്, തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക. ഓക്കെ, ഞാൻ ഫ്രെയിമിൽ നിന്ന് ഡിസ്പ്ലേ ഇളക്കിയിട്ടുണ്ട്. ഡിസ്പ്ലേ ഇളക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെയും ഒരുപാട് കമ്പോണൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് ഉണ്ടെങ്കിലും ഇതേപോലെ സംഭവിക്കും. അതേപോലെ തന്നെ ഇവിടെയൊക്കെയാണ് LED ആ ഒരു ഇതൊക്കെ വരുന്നത്. അപ്പോൾ അതിനൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഇതേപോലെ ഫോൺ ഓണാകാത്ത ബ്ലാക്ക് ഡിസ്പ്ലേ വരും. ഓക്കെ, അപ്പോൾ നമുക്കൊരു പുതിയൊരു ഡിസ്പ്ലേ മാറി നോക്കുക എന്നുള്ളതാണ്. ഞാനൊരു പുതിയ ഡിസ്പ്ലേ എടുക്കാൻ പോയിട്ടുണ്ട്. പുതിയ ഡിസ്പ്ലേ ഒന്ന് ഇട്ട് നോക്കാം, സെറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഡിസ്പ്ലേ മാറിയിട്ടും ഫോൺ ഓൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബോർഡ് ചെക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ ബോർഡിലേക്ക് തിരിക്കുന്നു, അതായത് ബോർഡ് പൊളിച്ച് അതൊക്കെ ഷീൽഡൊക്കെ ഇളക്കി നോക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഡിസ്പ്ലേ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ഒന്ന് മാറി നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളൊരു ഡിസ്പ്ലേ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം, പുതിയൊരു ഡിസ്പ്ലേ ഒന്ന് ഇട്ട് നോക്കാം. ഡിസ്പ്ലേയുടെ കംപ്ലയിൻ്റ് ആണോ, ആ ഡിസ്പ്ലേയുടെ കംപ്ലയിൻ്റ് കൊണ്ടാണോ ഫോൺ ഓണാകാത്തത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡിസ്പ്ലേ ഇട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഡിസ്പ്ലേയിൽ ഗം തേച്ചൊന്നും ഞാൻ ഒട്ടിക്കുന്നില്ല, ഫ്രെയിമിൽ ഗം തേച്ചൊന്നും ഒട്ടിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിത് കൊണ്ടുവന്നത്. ഞാനിത് ഒന്ന് ജസ്റ്റ് ഫിറ്റ് ചെയ്യുന്നുണ്ട്, ഇതേപോലെ വയ്ക്കുന്നുണ്ട്. ഫ്രെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയുടെ കണക്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ഡിസ്പ്ലേയുടെ കണക്ട് ചെയ്തു. അതിന് ശേഷം നമുക്ക് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്യാം. ബാറ്ററി കണക്ട് ചെയ്തു. ഈ ബാറ്ററിയും ഡിസ്പ്ലേന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുകയാണ്, റബ്ബർ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അണക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ബാറ്ററിയൊക്കെ ഇളകി പോകും. പിന്നെ ചിലപ്പോൾ ഇത് കണക്ടറൊക്കെ ചിലപ്പോൾ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനത് റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഫോണൊന്ന് ഓണാക്കി നോക്കാം. നമുക്ക് ഓൺ ആവുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ പ്രോബ്ലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ പണി കുറയും. ഓക്കെ, വെരി ഗുഡ്. ഫോൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ പ്രോബ്ലം കൊണ്ടാണ് തന്നെ വെള്ളം കയറി വാട്ടർ ഡാമേജ് ആയത് കാരണം ഡിസ്പ്ലേക്കകത്ത് വെള്ളം കയറിയിട്ട് ഡിസ്പ്ലേ അടിച്ചു പോയതാണ്. ഇപ്പോൾ പുതിയൊരു ഡിസ്പ്ലേ ഇട്ടപ്പോഴത്തേക്കും ഏകദേശം ഫോൺ ഓണായി വരുന്നുണ്ട്, യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ വാട്ടർ ഡാമേജ് ആയിട്ട് കിട്ടുന്ന ഫോണുകളൊക്കെ ഫസ്റ്റ് നമ്മൾ ബോർഡ് ആദ്യം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക.
അതിനുശേഷം ബോഡി ഷോട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ബോഡി ഷോട്ട് യാതൊരു കാര്യങ്ങളും ബോഡി ഷോട്ടോ ഒന്നും തന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല എണ്ണം ക്ലീൻ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് ഫോൺ ഓൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോർഡിലെ മറ്റു കാര്യങ്ങൾ ബോർഡ് വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഡിസ്പ്ലേ ഇട്ട് നോക്കാം. കൂടുതലും വാട്ടർ ഡാമേജ് ആവുന്ന ഫോണുകൾക്ക് ഡിസ്പ്ലേ അടിച്ചു പോവുക വളരെ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് നമ്മൾ ഡിസ്പ്ലേ ഇട്ട് നോക്കിയതിന് ശേഷം മാത്രമേ ഡിസ്പ്ലേയിൽ വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബോർഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ലൈറ്റ് സെക്ഷനോ ഗ്രാഫിക് സെക്ഷനോ അങ്ങനെയുള്ള മറ്റേതെങ്കിലുമൊക്കെ കമ്പോണൻസുകളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ നമ്മുടെ ബോർഡിൽ വർക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. പാസ്വേഡ് മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, കസ്റ്റമർ എനിക്ക് തന്നിട്ടില്ല, ഇതിൻ്റെ പാസ്വേഡ് മറ്റു കാര്യങ്ങളൊന്നും തന്നെ തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അകത്തോട്ട് കയറി ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്കിത് കസ്റ്റമർ വന്നിട്ട് കസ്റ്റമറുടെ മുമ്പ് വെച്ച് തന്നെ പാസ്വേഡ് ഇട്ട് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം പാസ്വേഡ് ഇട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് പാക്ക് ചെയ്യുന്നതായിരിക്കും, ഗമ്മൊക്കെ തേച്ച് പാക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ള അറിവിലേക്കായി ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.